മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. ബീഫിന്റെ പാൽ പൊറോട്ടയാണ് സെറ്റ് ചെയ്തത്. ഒരാൾ വന്ന് വാങ്ങുമ്പോൾ അവരുടെ വയറും മനസ്സും നിറയണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് പാൽ പൊറോട്ട ഉണ്ട്, ബർഗർ പൊറോട്ട ഉണ്ട്, കിഴി പൊറോട്ട, വെറൈറ്റി ആയിട്ട് 30ഓളം പൊറോട്ടാസ് ഉണ്ട്, വെറൈറ്റി ആയിട്ടുള്ള ദോശകളുണ്ട്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയാണ്. പിന്നെ ഞാൻ ഈ മജീഷ്യൻസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. പപ്പാക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അലിഫ് എന്നായിരുന്നു പേര്. അപ്പോൾ പാർട്ട്ണർ അടിപടലെ വഹിച്ചു, നല്ല രീതിക്ക് കക്ഷി എന്ന അങ്ങ് തേച്ചു. അപ്പോൾ പ്രോഗ്രാമുകളില്ല, അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആകെപ്പെട്ടു. അങ്ങനെ അവർക്ക് വേണ്ടി ഫസ്റ്റ് തുടങ്ങിയ ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിക്കൻ്റെ ഇടിയിറച്ചിയുണ്ട്. അതൊരു 5 മിനിറ്റ് ലൈവ് ചെയ്തെടുക്കണം. തീയതി നമ്മുടെ പൊറോട്ട തീറ്റി മത്സരം ഉണ്ടാവും. അപ്പം അത് വേറെ ഒന്നുമല്ല, മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ഫോറം എത്തിക്കുക എന്നുള്ളത്. 25 വർഷമാണ്, 25ാമത്തെ വർഷമാണ് ഇതാണ് രക്തദാന രംഗത്ത് നിൽക്കുന്നത്. ഈ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്, ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് സർജറി നടക്കുന്നില്ല, സഹായിക്കാൻ പറ്റുമെന്ന്. അതും എ പോസിറ്റീവ് ബ്ലഡ്, പോസിറ്റീവ് ഗ്രൂപ്പ്. അതെ, മാജിക്കിൻ്റെ ഒരു വലിയൊരു എസ്കേപ്പ് ആക്ട്, അതായത് ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു എസ്കേപ്പ് ആക്ട്. വളരുന്ന യുവത്വം തളരാതിരിക്കാൻ എന്നിരിക്കാം. അതായത് എനിക്ക് മുമ്പ് അണ്ടർവാട്ടർ എസ്കേപ്പ് ചെയ്തൊരു വ്യക്തി കൽക്കട്ടക്കാരനാണ്, ലാഹിരി. അദ്ദേഹം ഹൗറ നദിയിൽ മുങ്ങി മരണപ്പെട്ടു. ഇത് മയക്കുമരുന്ന് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംഭവം ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് പുകയിൽ വെച്ച് ഉണക്കി എടുത്തിട്ട് പിന്നെ ഈ മഴ സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന സാധനമാണ്. അപ്പം ഒറിജിനൽ ഇടിയിറച്ചി ചെയ്തവനാണ് ഞാൻ. ചേരിയിൽ, പക്കാ ചേരിയിൽ. അപ്പോഴാണ് നമ്മളൊക്കെ എന്തുമാത്രം സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളെന്ന് മനസ്സിലാകുന്നത്, അനുഭവിക്കുന്നത്, കാണുന്ന വ്യത്യാസം. അതെ അതെ. ഫാസ്റ്റസ്റ്റ് മജീഷ്യൻ ഇൻ ദ വേൾഡ് എന്ന നിലയിൽ ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ മജീഷ്യൻ ഹാരിസ് താഗയുടെ ഫുഡ് സ്പോട്ടിലെ വിശേഷങ്ങളിലേക്ക്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ നിസ്സാരമായി തോന്നാം, പക്ഷേ ഇത് ശ്രീ ഹാരിസ് കുറെ നാളുകൾ ചെലവഴിച്ച് തന്റെ കഴിവ് കൊണ്ട് സ്വന്തം പ്രയത്നത്താൽ ഉണ്ടാക്കിയെടുത്തതാണ്. അതിലെ ചില രംഗങ്ങളിലൂടെ ഇതുപോലെ ഒരെണ്ണം വേണമെങ്കിൽ ഹാരിസുമായി ബന്ധപ്പെട്ടാൽ മതി. ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്തു തരും. വർക്കല മൈതാനത്താണ് ഹാരിസിന്റെ ഫുഡ് സ്പോട്ട് സ്ഥിതി ചെയ്യുന്നത്. പിറകിലായി കേരള ബാങ്ക് കാണാം, വലതുവശത്തായി സൺജൻസ് വേൾഡ് എന്ന കടയും കാണാം. ഫുഡ് സ്പോട്ടിന്റെ ഇപ്പോഴത്തെ പ്രവർത്തന സമയം വൈകുന്നേരം 7 മണി മുതൽ രാത്രി 2 മണി വരെയാണ്. ഐറ്റങ്ങൾ തീരുന്നതനുസരിച്ച് നേരത്തെ അടയ്ക്കാം. എതിർവശത്തായി സ്വയംവര സിൽക്സും കാണാം. ഏപ്രിൽ 13-നാണ് നമ്മൾ ചെന്നത്, വിഷുവിന്റെ തലേ ദിവസം. അന്നാണ് ടെന്റിൽ നിന്ന് മാറി കട ഈ സെറ്റപ്പിലായത്. അപ്പത്തിന്റെ സ്റ്റൗ ആണിത്. അടുത്ത് തന്നെ പുട്ടിന്റെ സ്റ്റൗവും കാണാം. ഒരുക്കങ്ങൾ തുടങ്ങി, ആഹാരം കൊടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പാലാട ഇത് അരിയാണ്, മൈദയേക്കാൾ പണിയുള്ള സാധനമാണ് അരി. അരിയാണ്, അരിമാവ്. ரொம்ப തിന്ന്, ரொம்ப ടേസ്റ്റി, ரொம்ப സോഫ്റ്റ്. ഇത് പത്തിരി, അരിപ്പത്തിരി. ഇത് എൻ്റെ ഒരു സ്പെഷ്യൽ പക്ക ഹോം മെയ്ഡ് ഫ്രൈ, ചിക്കൻ ഫ്രൈ. നമ്മുടെ സ്പെഷ്യൽ മസാലയാണ്. പാൽ പൊറോട്ടയാണ്. പാൽ പൊറോട്ട നമുക്ക് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റമാണ് പാൽ പൊറോട്ട എന്ന് പറയുന്നത്. ഇപ്പം ബീഫിൻ്റെ പാൽ പൊറോട്ടയാണ് സെറ്റ് ചെയ്തത്. നമ്മൾ അതിൻ്റെ ചട്ടി ഉൾപ്പെടെയാണ് കൊടുക്കുന്നത്.
പാലല്ലേ? ആ പാല്. ഒരുപാട് പേര് ഈ സാധനം തിരക്കി വരുന്നുണ്ട്. ചിക്കന്, ബീഫ് ബീഫ് ബീഫ്. ഇതെന്തായിരുന്നു? അത് ബീഫ് പെരട്ട്. ഇത് പെരട്ട് ഇപ്പൊ ഇട്ടത് ബീഫിന്റെ കറി. പിന്നെയും ബീഫ് പെരട്ടല്ലേ? ആ, നോർമലി 4 പൊറോട്ടയാണ് ചെയ്യുന്നത്. നമ്മൾ പിന്നെ ഇത്തിരി കൊടുക്കുമ്പോൾ കാര്യമായിട്ട് എന്തായാലും ഒരു 2 അല്ലെങ്കിൽ 3 പേർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ള ഒരു ലെവലാണ് സാധനം കൊടുക്കുന്നത്. ഒരാൾ വന്ന് വാങ്ങുമ്പോൾ അവരുടെ വയറും മനസ്സും നിറയണം എന്നുള്ളതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഫ്രൈഡ് ഓണിയൻ, കാഷ്യൂ, കിസ്മിസ്. വീണ്ടും ബീഫ് പെരട്ട്. ആ, എത്ര പൊറോട്ട ആണ് ഇതിൽ? 6. ഇതിപ്പോൾ 7 ഉണ്ട്. കാരണം എടുത്തൊരു സെറ്റ് അതുപോലെ എടുത്താണ്. നെയ്യ് ഒഴിക്കല്ലേ? നെയ്യ് ഒഴിച്ചു. മീന ഒന്ന് ദം ചെയ്തെടുക്കണം. പാൽ പൊറോട്ട ഉണ്ട്, കെട്ട് പൊറോട്ട ഉണ്ട്, ബർഗർ പൊറോട്ട ഉണ്ട്. ഈ ബർഗർ പൊറോട്ട ഈ പറഞ്ഞ പോലെ ഒരു ടീമിന് ഒരു 3-4 പേർക്ക് വയറ് നിറയ്ക്കാതെ മതി. നമ്മുടെ ഐറ്റംസ് കൂടുതലും ഹോം മെയ്ഡാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് പൊറോട്ട, ദോശ, ചപ്പാത്തി, ചിക്കൻ ഫ്രൈ ഒക്കെ ലൈവാണ്. പിന്നെ സ്പെഷ്യൽ ഐറ്റംസ് പാൽ പൊറോട്ട ഉണ്ട്, ബർഗർ പൊറോട്ട ഉണ്ട്, കിഴി പൊറോട്ട ഉണ്ട്, കൊത്തു പൊറോട്ട ഉണ്ട്, കൊത്തിടിയപ്പം ഉണ്ട്. പിന്നെ വെറൈറ്റി ആയിട്ട് 30ഓളം പൊറോട്ടാസ് ഉണ്ട്. അതേപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ദോശകളുണ്ട്. അപ്പം എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം കൊടുക്കാൻ പറ്റൂല. കാരണം നമ്മൾ ഈ ഒരു ചെറിയൊരു സാഹചര്യം കാരണം എല്ലാവരും ഒരു ദിവസം കൊടുക്കാൻ പറ്റൂല. അപ്പം നമ്മളൊരു 5-10 വെച്ച് ഇങ്ങനെ മാറി മാറി വരും. ആൾട്ടർനേറ്റീവായിട്ട് മാറി മാറി വരും. പിന്നെ ഈ പറഞ്ഞ ചെറിയ ഐറ്റംസ് ഒക്കെ എല്ലാ ദിവസവും ഉണ്ടാവും. ഇപ്പം കൊത്തു പൊറോട്ട ഇന്നുണ്ട്, കൊത്തിടിയപ്പം ഉണ്ട്, അരിപ്പത്തി വെച്ച് കൊത്തു പൊറോട്ട മോഡൽ ചെയ്യുന്നുണ്ട്. ആൾക്കാരുടെ എന്താണ് ആവശ്യം അനുസരിച്ചുകൊണ്ട് നമ്മുടെ ഐറ്റംസ് മാറി നമ്മൾ കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഒരു സ്പെഷ്യൽ മസാലയാണ്. നല്ല മൂവിങ്ങുള്ള സാധനമാണ്. പക്ഷേ ഇന്ന് നമ്മൾ എത്തിയപ്പോൾ ഇവിടെ ലേറ്റ് ആയിപ്പോയി. അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ആള് ക്യൂ നിൽക്കുകയാണ്. പലപ്പോഴും കാത്തു നിൽക്കും. നമ്മൾ ഈ വണ്ടിയുടെ ഈ സംഭവം തുടങ്ങി. പിന്നെ അത് മാത്രമല്ല, ഈ പഴയ സെറ്റപ്പാണ് ആൾക്കാരെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത്. ടെന്റ് കാണാത്തോണ്ട് ഒരു നിൽക്കുകയാണ്. ചൂടൊക്കെ പിടിച്ചോളാം. ഓക്കെ, ശരി, ഓക്കെ ഓക്കെ. ഇവിടെ വെക്കാം. ഹാരിസ് എപ്പോഴാണ് ഈ പാചകത്തിലോട്ട് വന്നത്? പാചകത്തിലോട്ട് ചെറുതിൽ വന്നതാ. കാരണം സ്കൂൾ ടൈം മുതലേ മമ്മി ഒരു ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു. പപ്പാക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു, സ്കൂളിൽ പോണതിന് മുമ്പ് അടുക്കള പണിയൊക്കെ ഒന്ന് ഒതുക്കിയിട്ടേ പോകാൻ പറ്റൂ. അപ്പോൾ തേങ്ങ തിരുവലായാലും പാത്രം കഴിവലായാലും ഈ പറഞ്ഞ അടുക്കള മമ്മി സഹായിക്കലായാലും ഒക്കെ തുടങ്ങിയ ആ സമയം മുതൽ കണ്ടും ചെയ്തും അങ്ങ് ശീലമായതാണ്. പിന്നെ ഞാൻ ഈ മജീഷ്യൻസ് അസോസിയേഷൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു. അങ്ങനെ ഇവിടെ നിന്ന് ഈ മലബാർ മേഖലയിലൊക്കെ പോകുമ്പോഴത്തേക്കും ഈ പല സുഹൃത്തുക്കളും അവരുടെ വീട്ടിലേക്ക് ഗസ്റ്റായിട്ട് വിളിക്കും. അവിടെ ചെല്ലുമ്പോൾ അവരുടെ ഒരു തനത് ഭക്ഷണം എപ്പോഴും അതൊരു ഇതാണല്ലോ. അവർ വളരെ കാര്യമായിട്ട് വിളിച്ചു കൊണ്ടുവന്ന് അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോഴും പോയി നിന്ന് കാണും. അതുപോലെ തന്നെ നോർത്ത് ഇന്ത്യ പോകുമ്പോൾ ഈ ദോശയുടെ വെറൈറ്റീസ് ഒക്കെ പഠിക്കുന്നത് അവിടെ നിന്നാണ്. ഹാരിസിന്റെ ഫാദറിന് റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു ഇടവ ജംഗ്ഷനിൽ. അലിഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ കൊച്ചിലെ പപ്പാക്കൊരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, അലിഫ് എന്നായിരുന്നു പേര്. അപ്പോൾ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ആ സമയത്ത് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, 5ാം ക്ലാസ് 6ാം ക്ലാസ് പഠിക്കുമ്പോൾ ഞാൻ പൊറോട്ട ഭക്ഷണം പഠിക്കുന്നത്. അപ്പോൾ ആ സമയം മുതൽ ഈ പാചകത്തോടെ തന്നെ ഇപ്പോൾ ഈ റെസ്റ്റോറൻറ്റ് ഫുഡിലേക്ക് വരണമെന്നൊന്നും ആദ്യം ആഗ്രഹിച്ചൊന്നുമില്ല. എനിക്ക് മനസ്സിലൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ നാട്ടിൻ്റെ ടൂറിസം ഡെവലപ്പ് ചെയ്യുന്ന ലെവൽ ഒരു സാധനമായിരുന്നു. പക്ഷെ കോവിഡ് വന്നപ്പോഴത്തേക്ക് അത് ആ പ്രോജക്റ്റ് മൊത്തം പോയി. പിന്നെ അതിൻ്റെ ഒരു മിനിയേച്ചറായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്.
ഈ കോവിഡ് സമയത്ത് തന്നെ ആർട്ടിസ്റ്റുകളെ നിലനിർത്താൻ വേണ്ടി, കാരണം സ്റ്റേജ് പ്രോഗ്രാം എല്ലാം തീർന്നു, എന്താണ് സിനിമ സ്റ്റാർട്ടായി, ബാക്കിയുള്ള എല്ലാം ആയി, പക്ഷേ സ്റ്റേജ് പ്രോഗ്രാമിന് മാത്രം നിയന്ത്രണം. അപ്പോൾ പ്രോഗ്രാമുകളില്ല. അപ്പോൾ നമ്മുടെ ആർട്ടിസ്റ്റുകൾ ആകെപ്പെട്ടു. അങ്ങനെ അവർക്ക് വേണ്ടി ഫസ്റ്റ് തുടങ്ങിയ ഫുഡ് സ്പോട്ട് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്ന സംഭവത്തിനൊരു മിനിയേച്ചർ. അത് നല്ല രീതിക്ക് രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് പാർട്ട്ണർഷിപ്പിലായിരുന്നു. അപ്പോൾ പാർട്ട്ണർ അടിപടലെ വഹിച്ചു. കാരണം 1 രൂപ പോലും പുള്ളി ഇറക്കാതെ പുള്ളി പൈസ മൊത്തം എന്നെ കൊണ്ട് ഇറക്കിച്ചു. അവസാനം നല്ല രീതിക്ക് കക്ഷി എന്നെ അങ്ങ് തേച്ചു. അടിപടലെ കക്ഷിനെ തേച്ചു. അവിടെ നല്ലപോലെ വീണു. അപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന എൻ്റെ സ്റ്റാഫുകളുണ്ട്. അവർ വേറൊരു കടയിൽ പോകത്തില്ല. സാറ് തുടങ്ങും, ഞങ്ങൾ സാറിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ നമ്മളൊരു വണ്ടി സെറ്റ് ചെയ്തു, ഒരു ഫുഡ് ട്രക്ക് പോലെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ അതിനൊക്കെ ഒരുപാട് ഇതുണ്ടായിരുന്നു. കാരണം ഒരു പക്ക ഫുഡ് ട്രക്ക് നമ്മളൊരു തട്ടുകട സെറ്റപ്പിലാണ് സ്റ്റാർട്ട് ചെയ്തത്. അത് പിന്നെ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ 2 കിലോ ചിക്കനിൽ 4 കിലോ ചിക്കനിലും 1 കിലോ ബീഫിലും സ്റ്റാർട്ട് ചെയ്തതാണ് നമ്മൾ. 2 കിലോ ചിക്കനായിരുന്നു, 4ആയി, 1 കിലോ ബീഫായിരുന്നു. അതിങ്ങനെ മാറി ഇന്നിപ്പോൾ ഈ കാണുന്ന ഒരു ലെവലിലേക്ക് നെയ്ച്ചോറ്, ബിരിയാണി, അതേപോലെ തന്നെ വെറൈറ്റി ദോശ, പൊറോട്ട ഒക്കെ കൊടുക്കുന്ന ഒരു ലെവലിലേക്ക് ആളുകൾ തിരക്കി വരുന്ന ഒരു ലെവലിലേക്ക് എത്താൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ബീഫ് ഫ്രൈ, ബീഫ്, ചിക്കൻ്റെ കറി, ചിക്കൻ്റെ ഇടിയിറച്ചിയുണ്ട്. അതൊരു 5 മിനിറ്റ് ലൈവ് ചെയ്തെടുക്കണം. എന്താ ഹാരിസ്? ഇടിയിറച്ചി. ചിക്കൻ ഫ്രൈ ഉണ്ടല്ലോ. ഇതാണ് ബീഫാണോ? ബീഫ്. കറിയും പെരട്ടും മിക്സായി കയറും. ബീഫ് പാൽ പൊറോട്ട ഒരുക്കങ്ങളാണ് നമ്മൾ വീണ്ടും കണ്ടത്. ബീഫ് പോലെ തന്നെ ചിക്കൻ പാൽ പൊറോട്ട ഇവിടെ ഉണ്ട്. നമ്മൾ വന്നത് വൈകുന്നേരം 6:30-ക്കായിരുന്നു. പലവിധ കാരണങ്ങളാൽ കഴിക്കുന്നത് നീണ്ടുപോയി. ഇടയ്ക്കൊന്ന് കഴിക്കാൻ ഇരിക്കാമെന്ന് കരുതിയപ്പോഴേക്കും കടയിൽ തിരക്കായി. പിന്നെ ഹാരിസ് ഇടിയിറച്ചി ഒരുക്കാൻ വേണ്ടി കാത്തു. അതിനിടയ്ക്ക് വേറെ ഓർഡറുകളും മറ്റും വന്ന് നമ്മൾ കഴിക്കാതിരുന്നപ്പോഴേക്കും രാത്രി 11:15 ബീഫ് അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. പെറോട്ട, പാലാട, ചിക്കൻ ഗ്രേവി, നെയ്ച്ചോറ്, പത്തിരി, ഇടിയിറച്ചി, ചിക്കൻ പെരട്ട്, ഇതാണ് നമ്മൾ കഴിച്ചത്. എല്ലാം തന്നെ ഉഗ്രനായിരുന്നു. നല്ല പഞ്ഞി പോലെയുള്ള പാലാട, പത്തിരിയേക്കാളും സോഫ്റ്റ്. നെയ്ച്ചോറിൽ മസാല ചേർത്തൊക്കെ അറിയാൻ കഴിയും.
പേരിന് വേണ്ടിയുള്ള വെറും ഒരു നെയ്ച്ചോറല്ല, നല്ല അടിപൊളി നെയ്ച്ചോറാണ്. ഇടിയിറച്ചിയാണ് കൂടുതൽ പേർക്ക് ഇഷ്ടപ്പെട്ടത്. ഇടിയിറച്ചിയുടെ സ്വാഭാവികമായ ഒരു സ്മോക്കി ടേസ്റ്റ് ആണ്. ചിക്കൻ വരട്ടും വളരെ നല്ലതായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും രാത്രി 12:15 കഴിഞ്ഞു. പോകുന്നുമ്പ് എന്നാണ് ഈ സംരംഭം തുടങ്ങിയ കാര്യങ്ങൾ ഹാരിസിനോട് ചോദിച്ചിരുന്നു. ഹാരിസിന്റെ വാക്കുകളിലൂടെ രക്തദാനത്തിന് വേണ്ടിയുള്ള ഡേറ്റ കളക്ഷന്റെ ഭാഗമായി ഈ ഏപ്രിൽ മാസം 20-ന് വൈകുന്നേരം 4 മണിക്ക് നടത്തുന്ന പെറോട്ട തീറ്റി മത്സരത്തെ പറ്റിയൊക്കെ അതിൽ പറയുന്നുണ്ട്. റെസ്റ്റോറൻറ്റ് തുടങ്ങിയത് ശരിക്കും ഇവിടെ ഇപ്പോൾ തുടങ്ങുന്നത് 8ാമത്തെ മാസമാണ്. അപ്പോൾ വളരെ ചുരുങ്ങിയ അളവിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷേ അവിടെ നിന്ന് ഇപ്പോൾ ഈ കാണുന്ന ഒരു അളവിലേക്ക് എത്താൻ സാധിച്ചിട്ടുള്ള നമ്മുടെ ഫുഡിനോട് നമുക്ക് ഒരു വിട്ടുവീഴ്ചയുമില്ല. അപ്പം ഞാൻ കഴിക്കാത്ത ഒരു സാധനം മാത്രമേ ഞങ്ങൾ കൊടുക്കത്തുള്ളൂ. ഞാൻ മുട്ട കഴിക്കില്ല. ബാക്കിയുള്ള എന്നും ഞാൻ കഴിക്കുന്ന ഐറ്റമാണ് കൊടുക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ സാധനങ്ങളൊന്നും നമുക്ക് ബാക്കി വരാറില്ല. നമ്മൾ എത്ര ലേറ്റ് ആയാലും അത് കൊടുത്ത് തീർത്തിട്ട് ചെറിയ ക്വാണ്ടിറ്റി ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുപോയി നമ്മളങ്ങ് എടുക്കും. ബാക്കി എന്തുണ്ടെങ്കിലും നമ്മൾ തീർത്തിട്ട് തന്നെയാണ് പോകുന്നത്. ഇപ്പോൾ തന്നെ ഞങ്ങൾ നിൽക്കുമ്പോഴത്തെ കറികളെല്ലാം തീർന്നു. ഇത്ര പേര് വന്നിട്ട് പോയി നിങ്ങൾ കണ്ടതാണ്. കാരണം വൈകുന്നേരം കട തുറന്നപ്പോൾ A to Z സാധനം കഴിക്കും. അവിടെ ഇത്തിരി എന്താണ് അരിപ്പത്തിന് മാത്രമേ ഉള്ളത്. അപ്പോൾ നമ്മളെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ നല്ല ഭക്ഷണം കൊടുക്കുക. കാരണം ആഹാരമാണ് കൊടുക്കുന്നത്. പക്ഷെ അത് ഈ പറഞ്ഞ പോലെ എത്രത്തോളം മാന്യമായി കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം മാന്യമായി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. പിന്നെ അതുപോലെ തന്നെ ഒരു വിധത്തിലുള്ള കെമിക്കലുകൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. എണ്ണ തന്നെ എല്ലാം ഫ്രഷ് എണ്ണയാണ് ഉപയോഗിക്കുന്നത്. നാളെ ഈ എണ്ണ നാളെ അവിടെ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയാണ്, കിച്ചൺ അടുപ്പ് കത്തിക്കാൻ വേണ്ടിയാണ് എടുക്കുന്നത്. ഓരോ ദിവസവും വന്ന് ആൾക്കാർ നമ്മൾ അടുപ്പ് കത്തിക്കുന്ന ദിവസം ഒന്ന് മാറി നിന്ന് നോക്കിയ ആൾക്കാരുണ്ട്. നമ്മൾ ചട്ടിയെടുത്ത് വെച്ച് അതിനകത്തേക്ക് എണ്ണ പൊട്ടിച്ചൊഴിക്കുന്നത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരുണ്ട്. ശരിക്കും എൻ്റെ അടുത്ത് പിന്നെ ഒന്ന് പറഞ്ഞിട്ടുണ്ട്, ഞാൻ കണ്ടായിരുന്നു സാറേ നമ്മൾ വന്ന് നോക്കിയിട്ടുണ്ട്, പക്ഷേ നിങ്ങൾ ആ ചെയ്യുന്നത് നമ്മൾ മാറി നിന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളാ കണ്ട് വിലയിരുത്തിയ ആൾക്കാരാണ്. അല്ല, എണ്ണയാണ് സത്യം പറഞ്ഞാൽ പ്രധാനമായിട്ട് അസുഖം വരുന്നത്. എണ്ണയാണ് എണ്ണയുടെ കാര്യം അറിയുന്നില്ല. അജിനോമോട്ടോ ഇതൊക്കെയാണ് പലർക്കും ഇത്. നമ്മൾ ഈ ഓരോ പ്രാവശ്യവും എണ്ണ ആര് എന്ന് വന്നാലും നമ്മുടെ ചട്ടിയിൽ നമ്മൾ ഒഴിക്കുന്ന പുതിയ എണ്ണ തന്നെയാണ്. അത് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റുന്നത് തന്നെയാണ്. കാരണം ഞാൻ ഈ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ലൈഫ് ഓർ ഡെത്ത് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയൊരു ക്യാമ്പയിൻ ഏതാണ്ട് 1500 വേദികളിൽ ചെയ്തതാണ്. അത് മാജിക്കായി വെച്ചാൽ ഒരു വ്യക്തി പുറത്തുനിന്ന് ആഹാരം കഴിക്കുന്ന ജീവൻ നിലനിർത്താൻ വേണ്ടിയാണ്. പക്ഷെ ആ ആഹാരം കൊണ്ട് അവരുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലെങ്കിൽ ആരോഗ്യം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ട്. അതുണ്ടാകരുത് എന്നുള്ള ചിന്തയിൽ ലൈഫ് ഓർ ഡെത്ത് എന്നൊരു കൺസെപ്റ്റിൽ എന്നൊരു മെസ്സേജ് കൊടുത്തുകൊണ്ട് ഭയങ്കര വലിയൊരു ക്യാമ്പയിൻ മാജിക്കോട് ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് തന്നെ പറയാം. ഞാൻ അന്ന് തൊട്ട് തീരുമാനിച്ചൊരു കാര്യമാണ്, എന്തെങ്കിലും ഇങ്ങനൊരു സംവിധാനത്തോട്ട് ഇറങ്ങുകയാണെങ്കിൽ അത് എത്രത്തോളം നീറ്റായി കൊടുക്കാൻ പറ്റും അത്രത്തോളം നീറ്റായി കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഈ കാണുന്ന ഒരു സെറ്റപ്പിലാണ്. ഇപ്പോൾ നമ്മൾ ഇന്ന് സ്റ്റാർട്ടിങ് ആണ്. കാരണം വിഷുവിൻ്റെ തലേന്ന് പുതുവർഷത്തിൽ നമ്മൾ ഇതിനകത്ത് നിൽക്കണം എന്നൊരു ചിന്തയിൽ മലയാളികളുടെ പുതുവർഷത്തിൽ നമ്മൾ അതിനകത്ത് തന്നെയാണ് നിൽക്കുന്നത്. സെറ്റായി വരാനൊരു 2 ദിവസം എടുക്കും. ഞാൻ 10-ാം തീയതി അന്ന് പറഞ്ഞത്. പക്ഷേ ഇത് കുറേ പ്രാവശ്യം ഡേറ്റ് നീണ്ടു പോയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിഷുവിൻ്റെ അന്ന് നമ്മളൊരു പൊറോട്ട തീറ്റി മത്സരമൊക്കെ വെച്ചിട്ട് നമ്മുടെ ഒരു ബ്ലഡ് ഡൊണേഷൻ ഫോറം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനം എല്ലാം വെക്കണം എന്നൊക്കെ കരുതി നിന്നതാണ്. പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ നീണ്ടുപോയി. എന്തായാലും ഇതിന്ന് ഇറങ്ങി ഇന്നിപ്പോൾ ഡേറ്റ് 13-ആയി. 20-ാം തീയതി നമ്മുടെ പൊറോട്ട തീറ്റി മത്സരം ഉണ്ടാവും. അപ്പം അത് വേറെ ഒന്നുമല്ല, മാക്സിമം ആളുകളിലേക്ക് നമ്മുടെ ബ്ലഡ് ഡൊണേഷൻ ഫോറം എത്തിക്കുക എന്നുള്ളത്. എനിക്കറിയാം ഹാരിസ് എത്ര വർഷങ്ങളായിട്ട് ചെയ്യുന്നതല്ലേ? 25 വർഷമാണ്. 25-ാമത്തെ വർഷമാണ് ഇതാണ് രക്തദാന രംഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ മാക്സിമം ഇന്നും ഈ എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ബ്ലഡ് കിട്ടാത്തതുകൊണ്ട് സർജറി നടക്കുന്നില്ല, സഹായിക്കാൻ പറ്റുമെന്ന്. അതും പോസിറ്റീവ് ബ്ലഡ്, പോസിറ്റീവ് ഗ്രൂപ്പ് കിട്ടാത്തത് കൊണ്ട് സർജറി നടക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കിട്ട മെസ്സേജ് ഇന്ന് എൻ്റെ ഫോണിൽ കിടപ്പുണ്ട്. ഇന്ന് രാവിലെ എനിക്ക് വന്നതാണ്. അപ്പോൾ അതാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ അത്യാവശ്യം പ്രോഗ്രാമുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. കാരണം പലരും ചോദിക്കും ഇത് വന്നതുകൊണ്ട് അത് വിട്ടോ. ഈ മാജിക്കും ടീച്ചിങ്ങും എൻ്റെ പാഷനാണ്. ഞാൻ അറിഞ്ഞു ഹാരിസിന് അടുത്ത മാജിക്കിന് എന്തൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ടെന്നുള്ളത്. അതെ, മാജിക്കിൻ്റെ ഒരു വലിയൊരു എസ്കേപ്പ് ആക്ട്, അതായത് ലോകത്തിൽ ആരും ചെയ്യാത്ത ഒരു എസ്കേപ്പ് ആക്ട്, വളരുന്ന യുവത്വം തളരാതിരിക്കാൻ എന്നൊരു ക്യാപ്ഷൻ കൊടുത്തുകൊണ്ട് ചെയ്യുന്നതാണ്. ഇപ്പോഴത്തെ മയക്കുമരുന്ന് സംസ്കാരത്തിനെതിരെ ചെയ്യുന്നൊരു പരിപാടിയാണ്. അതൊരു ഇന്നുവരെ ആരും ചെയ്യാത്ത രീതിയിലുള്ള ഒരു അണ്ടർ വാട്ടർ എസ്കേപ്പാണ്. അതായത് എനിക്ക് മുമ്പ് അണ്ടർ വാട്ടർ എസ്കേപ്പ് ചെയ്തൊരു വ്യക്തി കൽക്കട്ടക്കാരനാണ്, ലാഹിരി. അദ്ദേഹം ഹൗറ നദിയിൽ മുങ്ങി മരണപ്പെട്ടു. ഞാൻ ഹാരിസിന്റെ മാജിക് കാണുമ്പോൾ ടെൻഷൻ അടിച്ചെന്ന് കാണും. നമുക്ക് വേണ്ടപ്പെട്ടവരാകുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. അത് ഫുള്ള് ചേരിട്ട് ലോക്ക് ചെയ്ത് ആക്കിയിട്ട് അത് എൻ്റെ 2.5 ടൺ വെയിറ്റുമായി ബന്ധിപ്പിച്ചിട്ടാണ് വെള്ളത്തിലേക്ക് ഇടുന്നത്.
ഞാൻ മുമ്പ് ലൈവായിട്ട് യൂട്യൂബ് വന്നതെല്ലാം നമ്മൾ കണ്ടോണ്ടിരിക്കുക. ഫുള്ള് 2.5 ടൺ വെയിറ്റുമായി ബന്ധിച്ചിട്ട് വെള്ളത്തിലേക്ക് വീണു. അതായത് മയക്കുമരുന്ന് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു സംഭവം ലഹരി വസ്തുക്കൾ എന്ന് പറയുന്നത് അത്രത്തോളം മാരകമായി മനുഷ്യനെ കയറി പിടിക്കുന്നതാണ്. അതിനകത്ത് നിന്ന് ഇപ്പോൾ കേരള പോലീസിൻ്റെ യോദ്ധാവുണ്ട്. ഇപ്പോൾ യോദ്ധാവ് പോലുള്ള സംവിധാനങ്ങളോട് നമ്മൾ ബന്ധപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് നിന്നൊക്കെ തിരിച്ചു വരാൻ സാധിക്കും എന്നൊരു മെസ്സേജ് കൊടുത്തുകൊണ്ടാണ് ചെയ്യുന്നത്. അതായത് എത്രത്തോളം മാരകമായി നമ്മളെ കയറി പിടിച്ചാലും തിരിച്ചു വരാൻ നമ്മൾ ശ്രമിച്ചാൽ നമുക്ക് തിരിച്ചു വരാൻ കഴിയും എന്നുള്ളൊരു മെസ്സേജാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ മാജിക്കും ടീച്ചിങ്ങും അത് എൻ്റെ പാഷനാണ്. ഇത് ഫുഡ് സ്പോട്ട് എന്ന ബിസിനസ്സാണ്. അല്ല, ഫുഡ് കാര്യത്തിൽ വലിയ നമ്മൾ ഫുഡ് കൊണ്ടാണ് നമ്മൾ കണ്ടുമുട്ടിയത്. അതെ 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 നമ്മളന്ന് കഴിക്കാൻ വേണ്ടി വൃത്ത കഴിക്കാൻ വേണ്ടി ഹാരിസിന്റെ പോസ്റ്റ് കണ്ട് ഞാൻ ഫോൺ വിളിക്കണം നമ്മൾ ഇടവെച്ചു. അതെ അതെ, നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ എന്തായാലും അതുപോലെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഹാരിസ് ഇപ്പൊ തുടങ്ങിയത് ആദ്യം സ്വന്തമായിട്ട് തുടങ്ങിയ ഇടവ വീട്ടിന്റെ അടുത്താണ് ആദ്യം അന്ന് നമ്മൾ വന്നായിരുന്നു. അവിടെ നിന്ന് തുടങ്ങിയിട്ടാണ് നമ്മൾ പിന്നെ ഇങ്ങോട്ട് വന്നത്. ഷവർമയും അൽഫാമും. അത് ഏത് വർഷമായിരുന്നു? അത് നമ്മൾ കോവിഡ് ചേർന്ന വർഷം. എന്നെ 5 വർഷം ആവുന്നു, 4-5 വർഷം ആവുന്നുണ്ട്. അതപ്പം അവിടെ നിന്ന് തുടങ്ങി ഇപ്പോൾ ഇവിടെ എത്തി നിൽക്കുകയാണ്. പക്ഷെ ഫുഡെല്ലാം കൊള്ളാം കേട്ടോ. ഇപ്പോൾ പിള്ളേർക്കാണെങ്കിൽ നമ്മൾ കഴിച്ചതിൽ എല്ലാവർക്കും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇടിയിറച്ചി. ഞാൻ ചോദിച്ചു പ്രത്യേകം ചോദിച്ചപ്പോൾ എല്ലാം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി ഇവിടെ എങ്ങും ഇല്ല, ഈ ഭാഗത്തെങ്ങും ഇല്ല. അപ്പം നോർമലി ഇടിയിറച്ചി എന്ന് പറയുന്നത് ഇറച്ചി വെയിലത്തല്ല പുകയിൽ വെച്ച് ഉണക്കി എടുത്തിട്ട് പിന്നെ ഈ മഴ സമയത്തൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സൂക്ഷിക്കുന്ന സാധനമാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ നല്ല കോസ്റ്റ്ലിയാണ്. ഞാൻ ഒറിജിനൽ ഇടിയിറച്ചി ചെയ്തവനാണ് ഞാൻ, പക്ഷെ അത് നമുക്ക് താങ്ങത്തില്ല. മുമ്പ് അതുപോലെ കൽക്കട്ടയിൽ പോയിട്ട് ഏതോ ഒരു വർഷം ഒരാളുടെ പഠിക്കാൻ വേണ്ടി ആളുടെ വീട്ടിൽ പോയി അതെ, അത് ഇതാണ് കൽക്കട്ട അല്ല, ഡൽഹി ഭാഗത്തായിരുന്നു. നമ്മുടെ അസ്ലം ചിക്കൻ അത് പഠിക്കാൻ വേണ്ടി അതെ, അഫ്ഗാനി അസ്ലം ചിക്കൻ അത് നമ്മള് മാറി ഞങ്ങൾക്ക് കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ വേണ്ടി പുള്ളിയുടെ വീട്ടിൽ പോയി താമസിച്ചെന്ന് പറഞ്ഞിട്ടുണ്ട്. ചേരിയിൽ, പക്കാ ചേരിയിൽ. അപ്പൊ കാരണം പുള്ളി പറയുന്നത് നിങ്ങൾ അവിടെ വന്നാൽ പറഞ്ഞു തരാന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേക്കും അപ്പോഴാണ് നമ്മളൊക്കെ എന്തുമാത്രം സ്വർഗത്തിൽ ജീവിക്കുന്ന ആളുകളെന്ന് മനസ്സിലാകുന്നത്. തൊട്ടപ്പുറത്ത് കറുകറ കളറിലുള്ള ഓട. അല്ല, നമ്മൾ ഈ സിനിമകൾ കാണുന്നില്ല, നമ്മൾ നേരിട്ട് പോയി കാണുമ്പോഴത്തേക്കാണ് അതിന്റെ ആ ഒരു ഭീകരത അനുഭവിക്കുന്നത് കാണുന്ന വ്യത്യാസം. അതെ അതെ, 100%. അപ്പോൾ അങ്ങനെ നമ്മൾ മാക്സിമം വെറൈറ്റീസ്, നല്ല ടേസ്റ്റോട് കൂടി മാക്സിമം വെറൈറ്റീസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ്. ഇതുവരെ അങ്ങനെ ഒരു കോട്ടം തട്ടിയിട്ടില്ല, ഇനി അങ്ങോട്ട് തട്ടാൻ ഞങ്ങൾ സമ്മതിക്കത്തുമില്ല. എന്തായാലും കൊള്ളാം കേട്ടോ, നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സ്പെൻഡ് ചെയ്തതിന് നമുക്ക് വളരെ സന്തോഷമുണ്ട്. അത് ഞാനാണ് അങ്ങോട്ട് പറയാനുള്ളത്. നാളെ എന്തിനാ അവരോട് നിൽക്കട്ടെ, ഒരു വീഡിയോ എടുക്കാൻ.